പണ്ട് സ്കൂൾ അടയ്ക്കുന്ന വെക്കേഷൻ ആകുമ്പോഴത്തേക്ക് അച്ഛൻ്റെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു അരീക്കര. അവിടെ അമ്മൂമ്മ ഈ ക്യാഷ്നട്ട് വെച്ച് തീയലും തോരനും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഒരു ക്യാഷ്നട്ട് തീയൽ വെക്കാമെന്ന് വിചാരിച്ച്. ഇത് എൻ്റെ കയ്യിൽ അത് വീട്ടിൽ തന്നെ നമ്മൾ പറിച്ചിട്ട് മുറിച്ചെടുത്തിട്ട് എടുക്കുന്നതായിരുന്നു. ഇത് പക്ഷേ ഉണക്ക ക്യാഷ്നട്ടാണ്. അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. എന്നാൽ ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും നമുക്ക് അതിനോട് സാമ്യമുള്ളൊരു ടേസ്റ്റ് കിട്ടും. ഇത് വെള്ളത്തിലിടുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പച്ച അതിൻ്റെ ഒരു രുചി കിട്ടും. ഇതിങ്ങനെ എടുക്കാൻ പറ്റും. ഇതിങ്ങനെ ആക്കിയിട്ട് വേണം നമ്മൾ തീയൽ വെക്കാൻ. അപ്പം നമുക്ക് ഇതെല്ലാം ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നെടുക്കാം. കാഷ്നട്ടൊക്കെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മുറിച്ചപ്പോൾ ഒക്കെ ഓർമ്മ വന്നത് മറ്റേമ്മ ഒരു തുണിയും പിച്ചത്തിയൊക്കെ ആയിട്ട് കാഷ്നട്ട് മുറിച്ച് അതിൻ്റെ കറയൊക്കെ തുടച്ച് ഇത് കുത്തിയെടുക്കുന്നത് ഓർമ്മയായിരുന്നു വന്നത്. അപ്പം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. അപ്പോൾ തീയലിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്. ഞാൻ സവാള എടുത്തേക്കുന്നത്. സവാള, വെള്ളത്തിൽ കുതിർത്ത് വെച്ച കാഷ്നട്ട്, കറിവേപ്പില, പിന്നെ ഞാനൊരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, പിഴുപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും പെരുംജീരകവും കുറച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് എടുക്കും. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. ചട്ടി ചൂടായി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിടാം. ഓർമ്മകൾക്കൊക്കെ എന്ത് സുഗന്ധം എന്നല്ലേ, അതുപോലെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു നല്ല സുഗന്ധമാണ് മറ്റേമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ പറങ്ങാണ്ടി തീയലും കുരുമുളക് രസം, പറങ്ങാണ്ടി തോരൻ. ഇതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ്. ഇതിൽ ശരിക്കും അന്ന് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു. പറങ്ങാണ്ടി തീയലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്, അമ്മ ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയെന്നൊന്നും കറക്റ്റൊന്നും ഓർമ്മയില്ല. പക്ഷേ കടുക് പൊട്ടിയിട്ടുണ്ട്. നാട്ടിലേക്ക് ഇപ്പോൾ എക്സാം ചൂട് നടക്കുമല്ലേ. ഇത് ഇപ്പോൾ ഈ എക്സാം ചൂടൊക്കെ ഓർത്ത് കുട്ടികളൊക്കെ എക്സാമാണ് എന്നൊക്കെ പറഞ്ഞത് ഓർത്തപ്പോഴാണ്. ഈ എക്സാം കഴിഞ്ഞിട്ടായിരുന്നു ഉള്ള വേനലവധിക്ക് ഞാനും ചേച്ചിയും അച്ഛൻ്റെ വീട്ടിൽ പോയി നിൽക്കാറുള്ളത്. അപ്പോഴാണ് ഈ പറങ്ങാണ്ടി തീയലിൻ്റെ ഇന്നൊന്ന് പറങ്ങാണ്ടി തീയൽ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത്. നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്. നിങ്ങൾ കൊച്ചുള്ളി ഇടാൻ നോക്കണേ. ഞാനിവിടെ എനിക്ക് കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ട് സവാള ഇട്ടത്. കൊച്ചുള്ളി ഇടുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കാം. ഇതെല്ലാം ഇളക്കിയപ്പോഴേ നല്ല മണം വരുന്നു. ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള ഒരുവിധം പച്ചമണമൊക്കെ ഒന്ന് മാടി തുടങ്ങുമ്പോൾ നമുക്ക് ഈ കാഷ്നട്ട് ഇടാം. ഇനി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വാടിയിട്ട് നമുക്ക് കാഷ്നട്ടും കൂടി ഇടാം. അപ്പോൾ സവാള പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന കാഷ്നട്ട് ഇടാം. കാഷ്നട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കാം. ഒന്ന് അടച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ 1.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഈ മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ കുറച്ച് വെള്ളം ചേർത്തായിരുന്നേ. ഇനി പുളിവെള്ളം ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലിരുന്ന്
തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് തേങ്ങ വറുത്തരച്ച് അരപ്പ് ചേർക്കാം. കല്യാണിയുടെ ചേട്ടായിയോട് ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ ബഹളമൊക്കെ കേൾക്കണേ. ചേട്ടായി എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേ കല്യാണി ഫോൺ എടുത്ത് ചേട്ടായിയെ വിളി തുടങ്ങി. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ തേങ്ങയും പെരിഞ്ചീരകവും കൂടി വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ചുമപ്പിച്ച് എടുക്കണം, എന്നിട്ട് അരച്ചെടുക്കണം. നമ്മൾ കറിയിൽ ഇട്ടേക്കുന്ന മുളക് പൊടി കറക്റ്റാണെങ്കിൽ ഇതിനകത്തിട്ടുണ്ട്. കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ തേങ്ങ വറുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഈ കറിയിലും പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. ഞാൻ അതങ്ങനെ ചെയ്തത്. ഈ കറിയിലിട്ടില്ലെങ്കിലും ഈ അരപ്പിലിട്ടാലും മതി. അപ്പം തേങ്ങ വറുത്തിട്ടുണ്ട്. ഇതിനെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ അരപ്പ് അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി തീയലിലേക്ക് ഇടാം. നാട്ടിൽ തേങ്ങ വറുത്തരച്ചാൽ എണ്ണ തെളിയുന്നിടം വരെ അരച്ച്, എണ്ണ തെളിയുന്ന പരുവം അരയ്ക്കുമ്പോൾ എണ്ണ തെളിയും നന്നായിട്ട് ബ്ലാക്കായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടുത്തെ തേങ്ങയിൽ തീരെ എണ്ണമയം ഇല്ല. എനിക്കിങ്ങനെയാണ് കിട്ടിയത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അരപ്പിട്ട് കൊടുത്തു. അത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് തീയൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തീയലിന് ഒരുപാട് വെള്ളമായാലും തീയലിൻ്റെ ടേസ്റ്റ് പോകും. ഈ ഒരു ഇത്ര ഒരു രീതിയിലൊക്കെ ആകുമ്പോഴേ അതിന് തീയലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരുപാട് ചാറ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൂട്ടുന്നില്ലേ, അത് ഒരുപാടായല്ലോ അതിൻ്റെ ടേസ്റ്റ് പോകും. എനിക്കിങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. തിളച്ചിട്ട് നമുക്ക് തീ ഓഫാക്കാം. കറി തിളച്ച് തുടങ്ങി. ഈ കറിയുടെ ടേസ്റ്റ് ഞാൻ നോക്കിയപ്പോഴാണ് ഞാനൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയത്. കറിയുടെ ടേസ്റ്റ് കൊണ്ടല്ല, ഞാൻ ചോറ് വെക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ചോറിന് അരി ഇട്ടത്. എന്തായാലും കറി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അന്നത്തെ ആ രുചി അതേപോലെ ഇല്ല എങ്കിലും അതിനടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ രുചി ഉണ്ടായിരുന്നു.